ആത്മവിശ്വാസമുള്ളവരും ഒരിക്കലും പരാജയത്തിന് മുന്നിൽ കീഴടങ്ങുകയില്ല. പരാജയത്തിൻ്റെ ചാരം ലക്ഷ്യ സഫലീകരണത്തിന് വേണ്ടി മാറ്റുകയാണ് അവരെപ്പോഴും ചെയ്യുക. പരാജയത്തിൽ നിന്ന് നമ്മളും പാഠങ്ങൾ പഠിക്കണം. നിരന്തരമായ പരാജയങ്ങൾക്കൊടുവിൽ വിജയം കണ്ടെത്തിയ ചരിത്രമാണ് അബ്രഹാം ലിങ്കണുള്ളത്. അദ്ദേഹം 21-ാം വയസ്സിൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 22-ാം വയസ്സിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു തോറ്റു. 34-ാം വയസ്സിലും 36-ാം വയസ്സിലും വീണ്ടും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. 45-ാം വയസ്സിലും 49-ാം വയസ്സിലും സെനറ്റ് തിരഞ്ഞെടുപ്പിലും 47-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ചു, അപ്പോഴും തോറ്റു. അവസാനം 52-ാം വയസ്സിലാണ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലിങ്കനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയങ്ങളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. അതേപോലെ നെപ്പോളിയൻ പോലും പലതവണ തോൽവിയുടെ രുചി അനുഭവിച്ച ആളാണ്. എഡിസന്റെ കാര്യം പറഞ്ഞാൽ 1000-ഓളം കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസൺ ഒരു വൈദ്യുത ബൾബ് എങ്ങനെ തെറ്റായി നിർമ്മിക്കാമെന്ന് 9999 പ്രാവശ്യം പഠിച്ചുവത്രേ. വീണ്ടും വീണ്ടും നടത്തിയ പരീക്ഷണങ്ങളുടെ അവസാനത്തിലാണ് അദ്ദേഹം ബൾബുണ്ടാക്കുന്നതിൽ വിജയിച്ചത്. 1879 തുടങ്ങിവെച്ച ജനറൽ ഇലക്ട്രിക് കമ്പനി ആ രംഗത്ത് ഇന്നും ശോഭിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഇതിലും മഹത്തായ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മെ ഒരുക്കാനുള്ള പ്രകൃതിയുടെ ആസൂത്രമാണത്ര പരാജയം. ഒരിക്കലും പരാജയപ്പെട്ടതിലല്ല നമ്മുടെ ഏറ്റവും വലിയ മഹത്വം. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് കാര്യം. ജീവിതത്തിൽ പരാജയത്തിനെതിരെ ഒരൊറ്റ ഇൻഷുറൻസേ ഉള്ളൂ: നമ്മുടെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള നിരന്തരമായ പരിശ്രമം. ചില ആൾക്കാർക്ക് തോന്നും, എനിക്ക് പ്രായമായി, ഇനി അതൊന്നും നടക്കില്ല എന്ന്. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ജീവിത വിജയത്തിന് പ്രായം ഒരിക്കലും ഒരു പ്രശ്നമല്ല. ആരോഗ്യവും കർമ്മചൈതന്യവും സ്ഥിരോത്സാഹവും ഉള്ളിടത്തോളം കാലം ഏത് പ്രായത്തിലും നമുക്ക് വിജയിക്കാനാവും. നോക്കൂ, ഇത്തരത്തിൽ വിജയിച്ച ധാരാളം വ്യക്തികൾ ഇന്നും ലോകത്തുണ്ട്. ശരീരത്തിലല്ല, മാനസികമായ നിലയിലാണ് പ്രായത്തെ നിർണയിക്കുന്നതെന്ന് ഇവരെല്ലാം വിശ്വസിക്കുന്നു. ചിന്തയും പ്രവൃത്തിയുമാണ് യുവത്വത്തെ നിർണയിക്കുന്നത്. വൃദ്ധന്മാരെ പോലെ ചിന്തിക്കുന്ന യുവാക്കളെ പോലെ ചിന്തിക്കുന്ന വൃദ്ധന്മാരെയും നമുക്ക് കാണാം. ആരിലായാലും ഉത്സാഹത്തിൻ്റെ തോതനുസരിച്ച് യുവത്വം നിലനിർത്താൻ കഴിയും. ഗാസ്പെറി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടയുടനെ അദ്ദേഹവുമായി സ്വിറ്റ്സർലൻഡിലെ ഒരു പത്രപ്രവർത്തകൻ അഭിമുഖ സംഭാഷണം നടത്തി. പത്രത്തിനു വേണ്ടി അവസാനമായി ഞാൻ നടത്തുന്ന അഭിമുഖമാണിത്. 65 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് വിരമിക്കാൻ സമയമായി. പത്രപ്രവർത്തകൻ പറഞ്ഞു. ഇതിന് ഗാസ്പെറി പറഞ്ഞ മറുപടി വളരെ രസകരവും അർത്ഥവത്തതും ആയിരുന്നു. ഇത് കഷ്ടം തന്നെ. എനിക്ക് 65 വയസ്സായി. ഞാൻ പുതിയ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാസ്റ്റൺ രാഷ്ട്രീയാധികാരത്തിലേക്ക് കടന്നത് 80 വയസ്സിലാണ്. 81-ാം വയസ്സിലാണ് മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത്. 89-ാം വയസ്സിന് ലോകപ്രശസ്തനായ മൈക്കലാഞ്ചലോ ചിത്രകലാരംഗത്ത് അനശ്വര സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരുന്നു. ഷഷ്ടിപൂർത്തി കഴിഞ്ഞിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹോവറുടെയും സാന്നിധ്യം മഹനീയമായ രീതിയിലായിരുന്നു. ഇനി ആത്മീക ലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വാർദ്ധക്യത്തെ അവഗണിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി കർമ്മനിരതനാവാൻ പോപ്പിന് കഴിഞ്ഞു. അതിനാൽ പ്രായത്തെ നാം ഒരിക്കലും പ്രശ്നമാക്കരുത്.